മറച്ചുവെക്കാൻ നിർദ്ദേശം. LDF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ വരണാധികാരി ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിൽ ആകെ 63 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് സമീപകാലത്ത് ആന്റോ ആന്റണി MP അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച നിർമ്മാണം പൂർത്തീകരിച്ചത്. 63 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഏതാണ്ട് 20ഓളം 4G ടവറുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ടവറുകളിലുമെല്ലാം ആന്റോ ആന്റണി MPയുടെ പേരും ചിലതിൽ ചിത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെതിരെയാണ് LDF ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകിയത്. ആന്റോ ആന്റണി ഇക്കുറിയും പത്തനംതിട്ടയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രദർശിപ്പിക്കപ്പെടുന്നത്, തുടർച്ചയായി ഒരു വ്യക്തിയുടെ മാത്രം പേര് പ്രദർശിപ്പിക്കപ്പെടുന്നത് ആ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഒരു കാരണമാകും. അതുകൊണ്ട് അത് ഒഴിവാക്കണം, അത് മറച്ചു വെക്കണം, ആ പേര് മറച്ചു വെക്കണം എന്നുള്ളതായിരുന്നു LDFിൻ്റെ ആവശ്യം. ഈ ആവശ്യം ചൂണ്ടിക്കാട്ടിയാണ് LDF വരണാധികാരിക്ക് പരാതി നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. വളരെ രസകരമായ ഒരു കാര്യം, ഈ പരാതിയിൽ LDF ആവശ്യപ്പെട്ടത് ഈ ആന്റോ ആന്റണി MPയുടെ പേര് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നാണെങ്കിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിൻ്റെ പേര് കൂടി പ്രദർശിപ്പിക്കാൻ അനുമതി നൽകണമെന്നൊരു ആവശ്യവും അവർ മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ ആവശ്യം ജില്ലാ വരണാധികാരി നിഷേധിക്കുകയും പകരം ഈ ആന്റോ ആന്റണിയുടെ പേരുകൾ മറച്ചുവെക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകുകയുമായിരുന്നു. എന്താണെങ്കിലും ആന്റോ ആന്റണിയുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് തനിക്ക് അത്തരത്തിലൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ്. അതേസമയം തന്നെ ജില്ലാ സ്പെഷ്യൽ ടീം, ഈ തിരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ടീമിനോടാണ് ഇപ്പോൾ ജില്ലാ വരണാധികാരി ഇത്തരം വിവരങ്ങൾ മറയ്ക്കാൻ, പേരുകളും ചിത്രങ്ങളും മറയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറച്ചതിന് ശേഷം അതിൻ്റെ ചിലവ് ആന്റോ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് ഇതിൽ വകയിരുത്താനും ഇപ്പോൾ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും വളരെ രസകരമായ പ്രതികരണങ്ങളും ഈ ഒരു അവസരത്തിൽ UDF പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. സാധാരണഗതിയിൽ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ ഈ പേര് ശ്രദ്ധിക്കണമെന്നില്ല, ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടാവും. എന്നാൽ ഇനി അത് മറച്ചു വെച്ച് കഴിയുമ്പോൾ എന്താണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് സ്വാഭാവികമായും ആളുകൾ കൂടുതലായി ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ, അത് ചോദിക്കുമ്പോൾ ആന്റോ ആന്റണി MPയുടെ വികസനമാണ് മറച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ MPയുടെ പേരാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നതിലൂടെ തങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടുകയുള്ളൂ എന്നാണ് ഇപ്പോൾ UDF പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്ന് പൊതുവെ ഉയരുന്ന ഒരു രസകരമായ ഒരു കമൻറ്റ് അതാണ്. എന്താണെങ്കിലും 63 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളെയും 4G ടവറുകളെയും ആന്റോ ആന്റണി MPയുടെ പേരും ചിത്രങ്ങളും മറയ്ക്കാനാണ് ഇപ്പോൾ ജില്ലാ വരണാധികാരി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.